നമസ്കാരം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തിന് സഹായത്തോടു കൂടി റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൊസീജിയർ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം S5 ഇൻകം ടാക്സിൽ വരുന്ന പോർഷൻസ് ആണിത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ്, മിസ്റ്റർ ജോൺ കെയിം ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഓൺ July 24, 2016. From July 24, 2016 to December 2015, December 25, 2017, he was in India. Again, he came to India on August 5, 2020 for employment purpose and left India on November 25 to 20 permanently. Determine his residence status for the previous year to 2021, assuming he is a foreign citizen, he is an Indian citizen. Question എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നു July 24, 2016, അതായത് ജൂലൈ 24, 2016 ആദ്യമായിട്ട് മിസ്റ്റർ ജോൺ നമ്മുടെ രാജ്യത്തേക്ക് വന്നു. ഓക്കെ, അന്ന് മുതൽ ഡിസംബർ 25, 2017 വരെ അയാൾ ഇന്ത്യയിൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ അർത്ഥം ഡിസംബർ 25, 2017 അയാൾ നമ്മുടെ രാജ്യം വിട്ടു പോയിട്ടുണ്ടാകും. അതുവരെ ഇന്ത്യയിൽ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ദിവസം അയാൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, he came to India on August 5 to 20 for employment purpose. അതിനുശേഷം അയാൾ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. എന്നാണ്? ഓഗസ്റ്റ് 5, 2020 അയാൾ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. ഇതിന് ഒരു ജോലിയുടെ ആവശ്യമായിട്ടാണ് അയാൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. വീണ്ടും അയാൾ ഇന്ത്യയിൽ നിന്ന് പോയി. അയാൾ പോയത് പെർമനന്റ് ആയിട്ടാണ് പോയത്. പോയത് എന്നാണ് നവംബർ 25, 2020 നവംബർ 25 അയാൾ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ഓക്കെ, then determine is residence status for previous year 2020-21 വർഷത്തെ അയാളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ആണ് 2020-21. അപ്പോൾ അസസ്മെന്റ് ഇയർ ഏതായിരിക്കും? 2021-22 ആയിരിക്കും. ഓക്കെ, അപ്പൊ 2021-22 അസസ്മെന്റ് ഇയറിലെ എന്താണ് അയാളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് ആണ് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അസ്യൂമിങ്, അതായത് അയാൾ ഒരു ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ എന്താണ് ചേഞ്ച്, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ എന്താണ് ചേഞ്ച് എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കാരണം അയാൾ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അയാൾ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് എന്താണ് ഈ ജൂലൈ 24, 2016. അപ്പൊ ഇന്ത്യയിലേക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസൺ ഫോറിൻ കൺട്രിയിലേക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഒരു എക്സംഷൻ നമുക്ക് കിട്ടുകയുള്ളൂ റോളില്. അപ്പൊ ഇത് അങ്ങനെയല്ല, ഇതൊരു ഫോറിൻ സിറ്റിസൺ ആണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ റോളിൽ പ്രത്യേകിച്ച് എക്സംഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാലോ, ഇന്ത്യയിലെ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷന്റെയും സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്. റെസിഡന്റ് ആണെങ്കിൽ പിന്നെ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ നോക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അഡീഷണൽ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബേസിക് കണ്ടീഷൻസ് ആണ് എഴുതുക. ഓക്കെ, അപ്പോൾ നോക്കുക, ബേസിക് കണ്ടീഷൻ എന്താണ്? റെലവന്റ് RPY എന്നതും ഉദ്ദേശിക്കുന്നത് റെലവന്റ് പ്രീവിയസ് ഇയർ ആണ്. അപ്പൊ റെലവന്റ് പ്രീവിയസ് ഇയറിൽ 152 ദിവസമോ അതിൽ കൂടുതലോ ആ വ്യക്തി നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. ഓക്കെ, രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? റെലവന്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലോ. ദെൻ റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസമോ അതിൽ കൂടുതലോ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം പ്രോബ്ലം അനുസരിച്ചിട്ട് പ്രോബ്ലം ക്വസ്റ്റ്യനിൽ പറയുന്നത് 2020-21 ആണ് പ്രീവിയസ് ഇയർ. 2020-21 പ്രീവിയസ് ഇയറിലെ അയാളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് ആണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ അസസ്മെന്റ് ഇയർ ഏതായിരിക്കും? 2021-22 ആയിരിക്കും നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ദെൻ റെലവന്റ് പ്രീവിയസ് ഇയർ ഏതാണ്? 2020-21 ആണ് അല്ലെ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അത് 2020-21 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഏപ്രിൽ 2020 മുതൽ 31 മാർച്ച് 2021 വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഒരു ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ റെലവന്റ് പ്രീവിയസ് ഇയർ 2020-21 ആണ്. അതായത് 1 ഏപ്രിൽ 2020 മുതൽ 31 മാർച്ച് 2021 വരെയുള്ള സമയം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാം. ക്വസ്റ്റ്യനിലേക്ക് അപ്പൊ നമ്മൾ ആ വർഷം, അതായത് 2020-21 വർഷം അയാൾ ഇന്ത്യയിലുണ്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു? നമുക്ക് ആദ്യം അതാണ് അറിയേണ്ടത്. കാരണം എന്താണ്? റെലവന്റ് പ്രീവിയസ് ഇയറിൽ 152 ദിവസം ഉണ്ടോ, അല്ലെങ്കിൽ റെലവന്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യം നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അത് ചെക്ക് ചെയ്യണം, റെലവന്റ് പ്രീവിയസ് ഇയർ. അപ്പൊ റെലവന്റ് പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ വന്ന ഡാറ്റ എന്താണ്? അഗെയിൻ
he came to India on August 5 to 20. അപ്പോൾ 2020-21 വർഷത്തിനിടയിൽ വരുന്ന സമയമാണല്ലോ അത് 20. 2020 ഓഗസ്റ്റ് 5 അയാൾ ഇന്ത്യയിലേക്ക് വന്നു. നവംബർ 25 അയാൾ ഇന്ത്യയിൽ നിന്നും പോയി. അപ്പോൾ ഈ ഓഗസ്റ്റ് 5 മുതൽ നവംബർ 25 വരെ ആ വ്യക്തി നമ്മുടെ രാജ്യത്ത് 2020-21 വർഷം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അത് എത്ര ദിവസമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹി ഈസ് ഇൻ ഇന്ത്യ ഓഗസ്റ്റ് 5 to 25 നവംബർ 2020. അതുവരെ അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റിൽ അയാൾ എത്ര ദിവസം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കും? അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓഗസ്റ്റ് എത്ര ദിവസം ഉണ്ടായിരിക്കും? ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റിൽ അയാൾ എത്ര ദിവസം ഉണ്ട് നോക്കാം. അപ്പോൾ ഓഗസ്റ്റിൽ അയാൾ ഓഗസ്റ്റ് 5-നാണ് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ളത്. ഓഗസ്റ്റിൽ എത്ര ദിവസമുണ്ട്? മൊത്തം 31 ദിവസമുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? 31 മൈനസ് വന്ന ദിവസം 5 പ്ലസ് 1 ചെയ്യുക. അപ്പോൾ ഓഗസ്റ്റിൽ അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് 27 ഡേയ്സ് ആണ്. 27 ദിവസമാണ് ഓഗസ്റ്റിൽ അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. എത്ര ദിവസമാണ്? 27, 27. ഓക്കെ, സെപ്റ്റംബർ അയാൾ ഫുൾ ഉണ്ടല്ലോ. സെപ്റ്റംബർ അയാൾ ഫുൾ ദിവസവും നമ്മുടെ രാജ്യത്തുണ്ട്. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമുള്ള മാസമാണ്? 30 ദിവസമുള്ള മാസമാണ്. ഒക്ടോബറിൽ അയാൾ നമ്മുടെ രാജ്യത്ത് ഫുൾ ഉണ്ട്. ഒക്ടോബർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമുള്ള മാസമാണ്? 31 ഡേയ്സ് ഉള്ള മാസമാണ്. നവംബറോ? നവംബർ 25-നാണ് അയാൾ നമ്മുടെ രാജ്യം വിട്ടു പോകുന്നത്. അപ്പൊ എത്ര ദിവസം അയാൾ ഇന്ത്യയിലുണ്ട്? 25 അല്ലെ. വന്ന ദിവസവും പോകുന്ന ദിവസം എണ്ണത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ 2020-21 വർഷം അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? 113 ദിവസമാണ്. 113 ദിവസമാണ് അയാൾ 2020-21 വർഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ബേസിക് കണ്ടീഷൻ നമുക്കറിയാലോ. റെലവന്റ് പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. ഓക്കെ, റെലവന്റ് പ്രീവിയസ് ഇയർ അതായത് 2020-21 വർഷം അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് എത്ര ദിവസമാണ്? 113 ദിവസമാണ്. ഓക്കെ, റെലവന്റ് പ്രീവിയസ് ഇയറിൽ അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് 113 ദിവസമാണ്. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, നോ അല്ലേ. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. നമുക്കറിയാം ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ പിന്നെ രണ്ടാമത്തെ ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ ഇവിടെ എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? റെലവന്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലോ അയാൾ നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, കാരണം റെലവന്റ് പ്രീവിയസ് ഇയറിൽ അയാൾ 113 ദിവസം ഉണ്ട്. അത് മാത്രം മതിയോ? പോരാ. പിന്നെന്താണ്? റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ എന്ന് പറയുന്നുണ്ട്. അതായത് 2020-21 വർഷത്തിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ അയാൾ 365 ദിവസം നമ്മുടെ രാജ്യത്തുണ്ടോ? അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ 2020-21 തൊട്ട് മുമ്പുള്ള 4 വർഷം നമുക്ക് ആദ്യം അവിടെ എഴുതാം. ഏതൊക്കെയാണ്? 2019, 2020, 2018, 2019, 2017, 2018, പിന്നെ 2016, 2017. ഇതാണ് എന്ത്? റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങൾ. ഓക്കെ, 2019-2020 വർഷം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നോക്കുക. 2019-2020 അയാള് ജൂലൈ 24, 2016 നമ്മുടെ രാജ്യത്ത് വന്നിട്ട് 2017 ഡിസംബർ 25 നമ്മുടെ രാജ്യം വിട്ടുപോയി. പിന്നെ അയാൾ വരുന്നത് ഓഗസ്റ്റ് 2020-നാണ്. ഓഗസ്റ്റ് 5, 2020-നാണ് അയാൾ നമ്മുടെ രാജ്യത്ത് വരുന്നത്. അപ്പൊ അതിനർത്ഥം അയാൾ ഈ വർഷം നമ്മുടെ രാജ്യത്തില്ല. ഏത് വർഷം? 2019-2020 വർഷം അയാൾ നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ നമ്പർ ഓഫ് ഡേ, ആ വർഷത്തെ അയാൾ ഇന്ത്യയിൽ നിന്ന ദിവസത്തിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ നിൽ അല്ലെ, അയാൾ ഇല്ല. 2018-2019 വർഷം അയാളുണ്ടോ? ഇല്ല, ആ വർഷവും ഇല്ല. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നത് അയാൾ 2020, 2017 പോയതിനു ശേഷം പിന്നെ അയാൾ വരുന്നത് 2020-ലാണ്. അപ്പോൾ 2018-19 വർഷവും അയാൾ ഇന്ത്യയിലില്ല. പിന്നെ 2017-2018 വർഷം അയാൾ ഇന്ത്യയിലുണ്ടോ? ഉണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താണ്? അയാൾ 2016 ജൂലൈയിൽ വന്നിട്ട് 2017 ഡിസംബർ 25-നാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വർഷം അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. 2017 അയാൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പം 2017-18 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏപ്രിൽ 1 മുതൽ, അതായത് ഏപ്രിൽ 1, 2017 മുതൽ മാർച്ച് 31, 2018 വരെയുള്ള സമയമാണല്ലോ. യെസ്, അപ്പം അയാൾ ആ വർഷം നമ്മുടെ രാജ്യത്തുണ്ട്. ക്ലിയർ. കാരണം എന്താണ്? അതായത് 2017 ഡിസംബർ 25-നാണ് അയാൾ നമ്മുടെ രാജ്യം വിട്ടു പോകുന്നത്. 2017 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 2017 നോക്കൂ, ഡിസംബർ 25, 2017 ഹി വാസ് ഇൻ ഇന്ത്യ. അതുവരെ അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വർഷം തുടങ്ങുന്നത് ഏപ്രിലാണ്. 2017-18 വർഷം തുടങ്ങുന്നത് ഏപ്രിലാണ്. അത് മുതൽ
ഡിസംബർ വരെ അയാൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഡിസംബർ 25 വരെ അയാൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അതുവരെയുള്ള ദിവസങ്ങൾ നമുക്ക് കൂട്ടി നോക്കാം. ഡിസംബറിൽ എത്ര ദിവസമുണ്ട്? ഡിസംബറിൽ 30 ദിവസമാണ്. ഓക്കെ. മെയ്യിലോ 31 ദിവസം. ദെൻ ജൂണില് 30 ദിവസം. ജൂലൈയില് 31 ദിവസം. ജൂലൈയില് 31 ദിവസം. ദെൻ ഓഗസ്റ്റിലും 31 ദിവസം. സെപ്റ്റംബറിലും 30 ദിവസം. ഒക്ടോബറിലോ 31 ദിവസം. ദെൻ നവംബറിലോ ഇവിടെ ഒരു കാൽക്കുലേഷൻ. ജൂലൈയില് 31 ദിവസം, ഓഗസ്റ്റില് 31 ദിവസം, സെപ്റ്റംബറിൽ 30 ദിവസം, ഒക്ടോബറിൽ 31 ദിവസം, നവംബറിൽ 30 ദിവസം. ദെൻ ഡിസംബറിൽ അയാൾ ഡിസംബർ 25-നാണ് നമ്മുടെ രാജ്യം വിട്ടു പോകുന്നത്. ഡിസംബർ 25-അല്ലേ അതോ 24? ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസംബർ 25 അല്ലേ? അപ്പൊ ഡിസംബർ 25-നാണ് അയാൾ നമ്മുടെ രാജ്യം വിട്ടു പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസമാണ് ആ 2017-18 ദിവസം വർഷം അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. കൂട്ടി നോക്കാം എത്ര ദിവസമാണെന്ന് നോക്കാം. വരുന്നത് 269 ദിവസമാണ്. അപ്പൊ 2017-18 വർഷം അയാൾ 269 ദിവസമുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി 4 വർഷമായോ? ഇല്ല. ഇനി 4-ാമത്തെ വർഷം 2016-2017 വർഷം അയാൾ ഇന്ത്യയിലുണ്ടോ? ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻ അറിയാം, അയാൾ 2016 ജൂലൈ 24-ന് നമ്മുടെ രാജ്യത്തേക്ക് വന്നു അല്ലെ? ജൂലൈ 24 മുതൽ അയാൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഏതുവരെ? 2017 ഡിസംബർ 25 വരെ. അപ്പൊ ജൂലൈ 24 മുതൽ മാർച്ച് 31 വരെയുള്ള ആ ടൈം പീരീഡിൽ അയാൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ ആ വർഷം. 2016-2017 വർഷം എന്ന് പറയുമ്പോൾ ജൂലൈ 24 മുതൽ മാർച്ച് വരെ ആണ് അല്ലെ? അതായത് ഏപ്രിൽ മുതലാണ് വർഷം എന്ന് പറയുന്നത്. പക്ഷെ അയാൾ ഉണ്ടായിരുന്ന സമയം ജൂലൈ മുതൽ മാർച്ച് വരെ. ആ സമയം അയാൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ആ ദിവസം നമുക്ക് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ജൂലൈ എന്ന് പറയുന്നത് ജൂലൈ 24 അല്ലെ? ജൂലൈയിൽ എത്ര ദിവസം ഉണ്ട്? ജൂലൈയിൽ 31 ഉണ്ട്. 31 മൈനസ് എത്രയാ? ജൂലൈ 24 അല്ലേ പറഞ്ഞത്? 31 മൈനസ് 24 പ്ലസ് 1 ചെയ്യുക. അപ്പൊ എത്ര വരും? 8 ദിവസം വരും. ജൂലൈയിൽ അയാൾ 8 ദിവസം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പിന്നെ ഓഗസ്റ്റിൽ ഫുൾ ഡേ ഉണ്ടല്ലോ, അപ്പൊ 31. ദെൻ സെപ്റ്റംബറിൽ 30. ദെൻ ഒക്ടോബറിൽ 31. നവംബറിൽ 30. ഡിസംബറിൽ 31. ജനുവരിയിൽ എത്രയാ? 31. ഫെബ്രുവരി എത്രയാ? 2017 ഫെബ്രുവരിയാണ്. 2017 ഫെബ്രുവരി ലീപ്പ് ഇയർ ആണോ? അല്ല. അതുകൊണ്ട് 28. ദെൻ മാർച്ചില് എത്രയാ? മാർച്ചില് 31. കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ അയാള് ആ വർഷം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ദിവസം കിട്ടും. 251 ദിവസമാണ് അയാള് 2016-17 വർഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ടോട്ടൽ നമുക്കറിയാം, അതായത് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ 60 ദിവസം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം റെലവന്റ് പ്രീവിയസ് ഇയറിൽ. അത് നമ്മൾക്ക് ഉണ്ട്, നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 113 ദിവസം ഉണ്ട്. പ്ലസ് അത് മാത്രം മതിയോ? പോരാ. എന്താണ്? റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടാവണം. തൊട്ട് മുമ്പുള്ള 2 വർഷം അയാൾ ഇന്ത്യയിലില്ല, പിന്നീടുള്ള 2 വർഷം അയാൾ ഇന്ത്യയിലുണ്ട്. ആ ദിവസങ്ങൾ ഒന്ന് 269-ഉം മറ്റൊന്ന് 251-ഉമാണ്. അപ്പം നമുക്ക് കൂട്ടി നോക്കാം. 269 പ്ലസ് എത്രയാണ്? 251 അല്ലെ? 251. 269 പ്ലസ് 251. അപ്പൊ എത്ര ദിവസം വരും? കൂട്ടി നോക്കുക. അപ്പൊ വരുന്നത് 520 ദിവസമാണ്. ഓക്കെ. സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് 365 ദിവസം ഉണ്ടായ 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടായാൽ മതി. അപ്പോൾ 4 വർഷത്തിൽ എത്രയുണ്ട്? 520 ദിവസമുണ്ട്. അപ്പോൾ എന്താണ്? രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ബേസിക് കണ്ടീഷൻ 2, അതായത് 60 ദിവസം റെലവന്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ട്. പിന്നെന്താണ്? റെലവന്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ട്. പിന്നെന്താ പറഞ്ഞത്? റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ അയാൾ എത്ര ദിവസമുണ്ട്? 365 ദിവസത്തിൽ കൂടുതലുണ്ട്. അതായത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ 520 ദിവസവും ഉണ്ട്. ഓക്കെ. അപ്പോൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ. അഡീഷണൽ കണ്ടീഷൻ എന്താണ്? അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അയാള് ഇന്ത്യയിൽ 10 വർഷത്തിൽ 2 വർഷം അയാൾ റെസിഡന്റ് ആയിരിക്കണം. അതായത് റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ അയാൾ 2 വർഷം എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം.
അപ്പോൾ റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പുള്ള 10 വർഷത്തിൽ അയാൾ ആകെ ഉണ്ടായിരുന്നത് ഏത് വർഷമാണ്? 2016-17 വർഷവും പിന്നെ ഏതാണ് 2017-18 വർഷമാണ്. കാരണം എന്താണ്? അയാൾ ഒരു ഫോറിൻ സിറ്റിസൺ ആണ്. അയാൾ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് 2016-17 വർഷമാണ്. അപ്പം റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പ് 4 വർഷം നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ആ 4 വർഷത്തിൽ 2 വർഷമാണ് അയാൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പുള്ള സമയങ്ങളിലൊന്നും നമ്മുടെ രാജ്യത്തില്ല. ക്ലിയർ? അപ്പം ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഈ 2 വർഷം ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ഈ അഡീഷണൽ കണ്ടീഷനിൽ ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? അതായത് 2 വർഷത്തിൽ അയാൾ 182 ദിവസം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 10 വർഷത്തിൽ അയാൾ ആകെ ഉണ്ടായിരുന്നത് 2 വർഷമാണ്. അല്ലാണ്ട് പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ അയാൾ നമ്മുടെ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്നത് 2 വർഷമാണ്. ആ 2 വർഷത്തിൽ 182 ദിവസം അയാൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ട് അല്ലേ? കാരണം 2017-2018 വർഷം അയാൾ 269 ദിവസമുണ്ട്. ഇതിന് അതിന് 2016-2017 വർഷം അയാൾ 251 ദിവസമുണ്ട്. അപ്പൊ എന്താണ്? ഈ കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷനിലെ ഒന്നാമത്തത് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. യെസ്. കാരണം എന്താണ്? 10 വർഷത്തിൽ അയാൾ 2 വർഷം റെസിഡന്റ് ആയിട്ടുണ്ട്. ഓക്കെ. റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ അയാൾ 2 വർഷം അയാൾ എന്തായിട്ടുണ്ട്? റെസിഡന്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി 7 വർഷത്തിൽ 730 ദിവസം റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനെ നോക്കുമ്പോഴും നമുക്കറിയാം എന്താണ്? റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അയാൾ ആകെ 2 വർഷമേ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളൂ. ആ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദിവസങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ആകെ 520 വരുന്നുള്ളൂ. ഇപ്പൊ 7 വർഷത്തിൽ 730 എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുമോ? ഇല്ല. ഓക്കെ. അപ്പം സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പൊ എന്താ ഇവിടുത്തെ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത്? അയാൾ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, അയാൾ ഒരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്ന റൂൾ അനുസരിച്ചിട്ട് എങ്ങനെയാണ്? ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ പ്ലസ് 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തി എന്ത് വിളിക്കാം? ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്നും 2 അഡീഷണലും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം. അപ്പൊ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, പക്ഷേ 2 അഡീഷണൽ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഒരു അഡീഷണൽ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. ഒന്ന് മാത്രം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അയാളെ നമുക്ക് ഓർഡിനറി എന്ന് വിളിക്കാൻ പറ്റില്ല. അയാൾ അപ്പൊ എന്ത് സ്റ്റാറ്റസ് ആണ് അയാളുടെ? ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് അയാൾ ഒരു നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. കാരണം ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ 2 അഡീഷണൽ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഓക്കെ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആവുകയോ ഇനി രണ്ടും സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുകയോ ചെയ്താൽ ആ വ്യക്തി ഒരു നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മിസ്റ്റർ ജോൺ അയാൾ എന്താണ്? ഒരു നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഓക്കെ. അപ്പൊ പിന്നെ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഹീസ് എ ഫോറിൻ സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ ആയാലും ഫോറിൻ സിറ്റിസൺ ഈ ആൻസറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പം എംപ്ലോയ്മെന്റിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സംഷൻ വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി ഫോറിൻ കൺട്രീസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു റോളിൽ എക്സെപ്ഷൻ കിട്ടുന്നത്. പക്ഷെ ഇത് അയാൾ അങ്ങനെയല്ല, അയാൾ ഒരു എന്താണ്? ഫോറിനർ ആണ്, അയാൾ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് ആ ഒരു എക്സംഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ 2 സിറ്റുവേഷനിലും സെയിം ആൻസർ തന്നെയാണ് ഇവിടെ വരിക. അപ്പൊ ഹിസ് സ്റ്റാറ്റസ് റിമെയിൻ സെയിം ഇൻ ബോത്ത് കേസസ്. ഓക്കെ. ഇതാണ് നമുക്ക് ഫൈനലായിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെസിഡൻസ് സ്റ്റാറ്റസ് പ്രോബ്ലം, ഇൻഡിവിജ്വലിന്റെ റെസിഡൻസ് സ്റ്റാറ്റസ് പ്രോബ്ലം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ. ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക, അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക, അതിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ഓക്കെ. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ഒന്നും രണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ രണ്ടും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അപ്പോൾ നമുക്കൊരു തീരുമാനത്തിലെത്താം, എന്താണ്? അയാൾ ഒരു നോൺ റെസിഡന്റ് ആണെന്നുള്ളത്. ബേസിക് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്തു, അത് സാറ്റിസ്ഫൈഡ് അല്ല, അപ്പൊ രണ്ടാമത് ചെക്ക് ചെയ്യുന്നു, അത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നോട്ട് റെസിഡന്റ്. ഓക്കെ. ബേസിക് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്തു, ദെൻ സാറ്റിസ്ഫൈഡ് അല്ല, രണ്ടാമത് ചെക്ക് ചെയ്തു, സാറ്റിസ്ഫൈഡ് ആണ്, അപ്പൊ നമ്മൾ അവിടെ വെച്ച് തീരുമാനം എടുക്കാനാവില്ല. എന്ത് ചെയ്യണം? അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അഡീഷണൽ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്തു, നോ എന്നാണ് ആൻസർ എങ്കിൽ അപ്പോൾ തന്നെ തീരുമാനത്തിലെത്താം, എന്താണ്? അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഫസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്, അപ്പൊ പിന്നെ രണ്ടാമതും ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം രണ്ടാമതും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അയാൾ ഓർഡിനറി ആക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് ചെക്ക് ചെയ്യുന്നു, രണ്ടാമത് ചെക്ക് ചെയ്തപ്പോൾ എസ് എന്ന ആൻസർ എങ്കിൽ ഒന്നും രണ്ടും അഡീഷണൽ കണ്ടീഷൻ എസ് എന്ന ആൻസർ എങ്കിൽ അയാളെ നമുക്ക് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ തിയറി നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യുക. പ്രോബ്ലം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഉണ്ടെങ്കിൽ. ഓക്കെ. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്.